പല ആളുകളും ഓതാൻ മടിക്കുന്നൊരു സൂറത്താണ് സൂറത്തുൽ ജിന്ന് എന്ന് പറയുന്നത്. ആ സൂറത്തുൽ ജിന്ന് ഓതിക്കഴിഞ്ഞാൽ ജിന്നുകളൊന്നും ഉപദ്രവിക്കുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന കുറേ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട് അല്ലേ. എന്നാൽ സൂറത്തുൽ ജിന്ന് ഒരു അത്ഭുത സൂറത്താണ്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം നമ്മുടെ വീട്ടിൽ എല്ലാ നിലക്കും കാവലാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ജിന്ന് എന്ന് പറയുന്നത്. അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്. ഞാനീ പറയുന്നത് പോലെ ഒരു തവണ നിങ്ങൾക്ക് ഓതാൻ പറ്റിയാൽ അൽഹംദുലില്ലാ വല്ലാത്തൊരു കാവൽ തന്നെയാണ്. ഹബീബായ തങ്ങളത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഈ ജിന്ന്? ആരാണത്? അപ്പോൾ പിശാജ് ആരാണ്? പിശാജ് ബാധ ഉണ്ടാവുമോ? അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? പഠിച്ചാൽ നമുക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. 1000 രൂപ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണണം കേട്ടോ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റബീഅ അല്ലേ, മനോഹരമായിട്ട് മൗലിദൊക്കെ ചൊല്ലുന്നില്ലേ? നമ്മുടെ രാത്രിയിലെ മജ്ലിസിൽ ഒരിക്കലും പങ്കെടുക്കാതിരിക്കരുത് കേട്ടോ, എല്ലാവരും പങ്കെടുക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, മുത്ത് ഹബീബിൻ്റെ മൗലിദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈമാനിൽ ബലമുള്ളവരായി നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ജിന്നുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ. ആദ്യം തന്നെ അൽഹംദുലില്ലാ മര്യാദക്ക് പറഞ്ഞില്ലേ, അള്ളാഹു നമ്മളെ മനുഷ്യനാക്കി പടച്ചു അല്ലേ. പിന്നെയോ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താക്കി, ഉമ്മത്ത് മുസ്ലിമാക്കി. ഇതിനൊക്കെ എപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടിരിക്കണം. മുത്ത് ഹബീബിൻ്റെ ഉമ്മത്തല്ലേ ഏറ്റവും വലിയ ആനന്ദം അനുഭവിക്കുന്നവർ. കോടാനുകോടി മനുഷ്യർ മഹ്ശറിൽ വരുമ്പോൾ ആദ്യം വിചാരണ എടുക്കുന്നത് മുത്തുനബിയുടെ ഉമ്മത്തിന്. സ്വർഗത്തിലേക്ക് ആദ്യം പോണത് മുത്തുനബിയുടെ ഉമ്മത്ത്. എല്ലാം കൊണ്ടും ഇതുപോലെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളൊരു വിഭാഗം വേറെ ഉണ്ടോ? കഴിഞ്ഞ രാത്രിയിലെ മജ്ലിസിൽ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ നബിമാരുടെയും ഉമ്മത്തിനെ അള്ളാഹ് അദാബാക്കിയിട്ടുണ്ട്. നമ്മൾ തെറ്റിയാത്തതുകൊണ്ടാണ് നമ്മൾ അദാബാക്കാത്തത്? അല്ലല്ലോ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായതുകൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പലർക്കും മാനസികമായ പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പല മെസ്സേജുകൾ കാണാറുണ്ട്. പല ഘട്ടങ്ങളിലും ചില ആളുകൾ വിളിക്കാറുണ്ട്, ഉസ്താദേ വല്ലാത്തൊരു പ്രയാസമാണ്. ഈ അടുത്തൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു. അവർ എപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും, ഇടയ്ക്കിടയ്ക്ക് എന്തോ പിച്ചും പെയും വിളിച്ചു പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, സൂറത്തുൽ ജിന്ന് 40 ദിവസം നിങ്ങളൊന്ന് ഓതി നോക്കാൻ പറഞ്ഞു, എന്നിട്ട് മന്ത്രിക്കാൻ പറഞ്ഞു. 40 ദിവസം അവരൊന്ന് ഓതി മന്ത്രിച്ചു കൊടുത്തപ്പോൾ ഈ കുട്ടിയുടെ മാനസിക രോഗം മാറാൻ, പിന്നെ ഹാപ്പി ആവാണ് ആൾ. അപ്പോൾ അത്ര വലിയ അത്ഭുതം ഒളിഞ്ഞിരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ജിന്ന് എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഓതൂല. യാസീനും വാക്കിയൊക്കെ ഓതണ പോലെ നമ്മൾ സൂറത്തുൽ ജിന്ന് ഓതാറുണ്ടോ? എന്ന് ഓതണമെന്നാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ സൂറത്തുൽ ജിന്ന് മുഴുവനായി ഓതിക്കഴിഞ്ഞാൽ, ചെറിയ സൂറത്തല്ലേ, അതായത് ലോകത്ത് പടയ്ക്കപ്പെട്ട മുഴുവൻ മുസ്ലിം ജിന്നുകളും കാഫിർ ജിന്നുകളും ഖിയാമത്ത് നാൾ വരെ മുഴുവൻ ജിന്നുകളുണ്ടല്ലോ, ആ ജിന്നുകളുടെ മുഴുവൻ എണ്ണത്തിൻ്റെ അനുസരിച്ച് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ആർക്ക് കിട്ടും? ഈ ഓതിയന് കിട്ടും. അപ്പോൾ ലോകത്തുള്ള കോടാനുകോടി ജിന്നുകൾ, എണ്ണം നമുക്കറിയില്ലല്ലോ, അത്രയധികം ജിന്നുകളുണ്ട്. ആ ജിന്നുകളുടെ എണ്ണത്തിനനുസരിച്ച് അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലമാണ് സൂറത്തുൽ ജിന്ന് ഓതി ഒരാൾക്ക് കിട്ടുകയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അത് മാത്രമല്ല, ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് കാവലാന്നാണ്. ശത്രുക്കളുടെ വിശദീകരണത്തിൽ കാണാം, അത് മനുഷ്യന്മാർ മാത്രമൊന്നുമല്ല, പിശാചുക്കൾ നമ്മുടെ ശത്രുക്കളാണ്. അപ്പോൾ പിശാച് വ്യക്തമായ ശത്രുവാണ്. അവൻ നമ്മളെ നശിപ്പിക്കാനേ നോക്കുകയുള്ളൂ. നമ്മുടെ മക്കളെ, കുടുംബത്തെ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ അടിപിടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാ? പിശാചാണ്. അവൻ ഇഷ്ടമല്ലത്. കാരണം ഭാര്യയും ഭർത്താവും സ്നേഹത്തോടൊന്ന് നോക്കിയിരുന്നാൽ പടച്ചോൻ്റെ കാരുണ്യം അവിടെ കിട്ടുകയാണ്. അത്ര ഇഷ്ടമാണ് അല്ലാക്കത്. അതുകൊണ്ട് പിശാച് അതത്ര വെറുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബ പ്രശ്നം, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ വലിയ കളി കളിക്കുന്നത് ആരാ? ശൈത്താനാണ്. അപ്പോൾ അത്തരം ഉപദ്രവങ്ങളിൽ നിന്ന് കുടുംബ ബന്ധം റെഡിയാകാനടക്കം നമുക്ക് ഓതാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ ജിന്ന് എന്ന് പറയുന്നത്. പിന്നെ കണ്ണേറ്, കൂടോത്രം, സിഹർ തുടങ്ങിയ മാരകമായ സംഗതികൾ എന്തു ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ, പ്രത്യേകിച്ച് സർപ്പദോഷം എന്നൊക്കെ പറയുന്ന സാധനം, എന്താ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ തുടങ്ങിയതിൽ നിന്നൊക്കെ രക്ഷയാണ് സൂറത്തുൽ ജിന്ന് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ അമൂല്യമായ വസ്തുക്കൾ ഉണ്ടാവും അല്ലേ? സ്വർണ്ണം ഉണ്ടാവും,
മറ്റു വല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മോഷണം പോകാതിരിക്കാൻ സൂറത്തുൽ ജിന്ന് പതിവായി ഓതിയാൽ കാവലാണെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. സ്വർണം പോകുമെന്നുള്ള പേടിയുണ്ട്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് സൂറത്തുൽ ജിന്ന് നിങ്ങളുടെ ഡെയിലി ഓതിക്കോ, വല്ലാത്തൊരു കാവൽ പടച്ചവൻ അവിടെ തരും. ചിലപ്പോൾ ജിന്നുകളുടെ കാവലായിരിക്കാം, നമ്മളറിയുന്നില്ലല്ലോ, അള്ളാഹു അത് തരും. പിന്നെ ജിന്ന് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ പോലെ തന്നെ അള്ളാഹിൻ്റെ ഒരു സൃഷ്ടിയാണ് അല്ലേ. അവർക്കിടയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ മനുഷ്യന്മാരിൽ പുത്തൻവാദികൾ ഉള്ളതുപോലെ അവരിലും പുത്തൻവാദികളുണ്ട്, എല്ലാ വിഭാഗവും ഉണ്ട് അതിൽ. ഇപ്പോൾ മനുഷ്യന്മാരിലെ പുത്തൻവാദികളിൽപ്പെട്ടൊരു വിഭാഗമായിരുന്നു മുഅ്തസിലാക്കൾ അല്ലേ. ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വാദിച്ച ആളുകളാണ്. അവിടെ ഒരുപാട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെയൊക്കെ ക്രൂരമായി വേദനിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ. അങ്ങനെയുള്ള പുത്തൻവാദികളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോൾ ഉള്ളവർ മാത്രമൊന്നുമല്ല. അപ്പോൾ അവരുടെ വാദം എന്താ, ജിന്ന് എന്ന് പറഞ്ഞൊരു വിഭാഗം ഇല്ല എന്നാണ്. ഇവിടെ ഈ അടുത്ത് യശശരീരനായ ഒരു മുജാഹിദ് മൗലവി അയാൾ പറയുന്നത് ജിന്ന് എന്ന് പറഞ്ഞാൽ കൊതുകും ബാക്ടീരിയൊക്കെയാണെന്നാണ്. നല്ല അടി മുതുക് നോക്കി കൊടുക്കണ്ടേ. ഖുർആനിലുള്ള പറയുന്നുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പടച്ചോനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ജിന്നുകളെയും മനുഷ്യനെയും അല്ലാഹ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കി, എത്രമേൽ കൃത്യമാണ്. ജിന്ന് എന്ന് പറയുന്നൊരു വിഭാഗം ഇവിടെ ഉണ്ട്. ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഉസ്താദേ എന്നാണ്. ജന്ന, ജിന്നിൻ്റെ ആ ജന്ന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അദൃശ്യം എന്നാണ്. നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അവർ നമ്മളെ കാണും. എന്നാൽ കാണുന്നപ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകളായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ ആ ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാമല്ലോ. അള്ളാഹു നമുക്കിപ്പോൾ ഒരു പരിധി വെച്ചിട്ടുണ്ട് കണ്ണിന്, ആ പരിധി അങ്ങ് എടുത്ത് കളയും, പിന്നെ നമുക്കെല്ലാം കാണാമല്ലോ. അപ്പോൾ നമ്മൾ മരിക്കാൻ നേരത്തെ അസ്രായിലിനെ കാണൂലേ, എന്താ ആ പരിധി അങ്ങോട്ട് മാറ്റിക്കളഞ്ഞുകൊണ്ടാണ്. അള്ളാഹ് നേരത്തെ അത് മാറ്റിത്തരുമെന്നേ, നിങ്ങൾ വലിയ ആയിക്കോ, സെറ്റാണ്, മനസ്സിലായോ. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ അല്ലേ. അപ്പോൾ ജിന്നുകളിൽപ്പെട്ട മോശം വിഭാഗം അവരെയാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത്. ഷെയ്ത്താൻ വേറൊരു സൃഷ്ടിയൊന്നുമല്ല, ജിന്നുകളിൽപ്പെട്ട മോശം ആളുകളെയാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത്. ഷത്വല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് വിദൂരത്തായവരെന്നാണ്. പിശാചുക്കളുടെ അർത്ഥം അതാണ്, അള്ളാഹിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് വിദൂരത്തായവർ. ഈ ജിന്നുകളിൽ തന്നെ പെട്ട ഒരു മല്ലന്മാരുണ്ട്, ഇഫ്രീത്ത് എന്നാണ് പറയാം. ഇഫ്രീത്ത്, ഇബ്ലീസ് അല്ല, ഇബ്ലീസ് വേറെ, ഇബ്ലീസ് വേറെയൊക്കെ തലവനാണ്. ഇഫ്രീത്ത് ഖാല ഇഫ്രീത്തും മിനൽ ജിൻ. സുലൈമാൻ നബി ബൽക്കീസിൻ്റെ സിംഹാസനം ആരാണ് കൊണ്ടുവരാമെന്ന് ചോദിക്കുമ്പോൾ ഖാല ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ടൊരു മല്ലൻ ആദ്യം എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ സദസ്സ് പിരിയണതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം അല്ലേ. മല്ലൻ പറഞ്ഞു. അപ്പോൾ സുലൈമാൻ നബിക്ക് തൃപ്തിയായില്ല. അപ്പോൾ സുലൈമാൻ നബി വീണ്ടും ചോദിക്കുന്നുണ്ട്, 2000 കിലോമീറ്റർ അപ്പുറയുള്ള ബൽക്കീസിൻ്റെ സിംഹാസനം വേറെ ആരവിടെ കൊണ്ടുവരാം? അപ്പോഴാണ് ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, അള്ളാഹിൻ്റെ വേദത്തിൽ വിജ്ഞാനമുള്ള അള്ളാഹിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആസഫ് ഇബ്നു ബർഹയ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, അന ആത്തിക്ക്, ഞാൻ കൊണ്ടുവരാം. അങ്ങിങ്ങനെ കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഇഫ്രീത്തിന് അത്ര വലിയ പവർ ഉണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അള്ളാഹിൻ്റെ ഔലിയാക്കൾക്കുള്ള പവർ എന്ന് പടച്ചവനോട് തെളിയിച്ചു തരികയാണ്. അപ്പോൾ വലിയാണ്, റെഡിയല്ലേ? നമ്മളെയൊക്കെ അള്ളാഹു ആക്കി തരട്ടെ, അവൻ്റെ കാരുണ്യമല്ലേ നമുക്ക് എന്താ ഉള്ളത് അല്ലേ. അപ്പോൾ ജിന്നിൻ്റെ പിതാവ് ആരാണ്? മനുഷ്യൻ്റെ പിതാവ് സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ജിന്നുകളുടെ പിതാവ് ഇബ്ലീസാണ്. ഇബ്ലീസിൻ്റെ മക്കളാണ് ജിന്നുകളൊക്കെ. അപ്പോൾ ഇബ്ലീസ് ജിന്നുകളിൽപ്പെട്ടവനാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. മനസ്സിലായോ? ജിന്നുകളിൽപ്പെട്ട ആളായിരുന്നു ഇബ്ലീസ് എന്ന് പറയുന്നത്. ഇബ്ലീസിന് ഓരോ മണ്ഡലങ്ങളിലും ഓരോരോ ആകാശത്ത് ഓരോരോ പേരുകളായിരുന്നു. അത്ര വലിയ അത്ഭുതങ്ങൾ കാണിച്ച ആളാണ് ഇബ്ലീസ്. പക്ഷേ പിഴച്ചുപോയി. നമ്മളും സൂക്ഷിക്കണം. പടച്ചോനെ ആഖിബത്ത് മോശാക്കല്ലേ അല്ലാ, ഈമാൻ സലാമത്തായി മരിക്കാൻ പറ്റണേ അല്ലാ എന്നുള്ള ദുആ എപ്പോഴും വേണം കേട്ടോ. പിന്നെ ചില ആളുകൾ ചോദിക്കും, ഉസ്താദ് ഈ തീ കൊണ്ടല്ലേ ഇവരെ പടച്ചത്? അതേ, തീ കൊണ്ടാണ്. അപ്പോൾ തീ കൊണ്ട് പടച്ച് ഇവരെ നരകത്തിലിട്ട് ഇവർക്ക് പൊള്ളുമോ? കേൾക്കുമ്പോൾ ശരിയാണുള്ളത്. തീ കൊണ്ട് പടച്ച ഇവരെ നരകത്തിലിട്ടാൽ അപ്പോൾ ഇവർക്ക് പൊള്ളൂലല്ലോ, അത് വെറുതെയാണ്. നമ്മളെ പടച്ചത് എന്തുകൊണ്ടാണ്? മണ്ണ് കൊണ്ട്. ഒരു ഇഷ്ടിക എടുത്ത് നിങ്ങളുടെ തലക്കെട്ടെറിഞ്ഞ് എങ്ങനെ ഉണ്ടാവും? അതോ തട്ടിപ്പോവും, അത്രയേ ഉള്ളൂ. ഇഷ്ടിക മണ്ണല്ലേ, അതുണ്ടാക്കിയിട്ട് ഞങ്ങളുടെ തലക്കെട്ടെറിഞ്ഞാൽ മരിച്ചു പോണതുപോലെ അള്ളാഹു ഇതൊക്കെ അറിയുന്നവനല്ലേ. നമ്മുടെ ഓരോരോ കുനിഷ്ഠ ചോദ്യങ്ങൾ അല്ലേ. അപ്പോൾ ജിന്നുകൾക്ക് ഒരു പ്രധാനപ്പെട്ട രൂപമുണ്ട്, എങ്കിലും അവർക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും നടക്കാം, ഏത് രൂപം സ്വീകരിക്കാം. മലക്കുകൾ പന്നി, നായ തുടങ്ങിയ രൂപം സ്വീകരിക്കില്ല, ബാക്കി ഏത് രൂപം മലക്കുകൾക്ക് സ്വീകരിക്കാം. എന്നാൽ ജിന്നുകൾക്ക് ഈ പന്നിയുടെയും നായയുടെയും രൂപം അടക്കം ഏത് രൂപത്തിലും സ്വീകരിക്കാം. ഇപ്പോൾ പാമ്പിൻ്റെ രൂപത്തിൽ, ഇപ്പോൾ ഈ സർപ്പദോഷം എന്നൊക്കെ പറയുന്നത് പാമ്പുകൾ ഒരു ഉപദ്രവം ചെയ്യൂല, സാധുക്കളായ മനുഷ്യന്മാരാണ്, മനുഷ്യരല്ലേ, സാധുക്കളായ മൃഗങ്ങളാണ്. എന്നാൽ പാമ്പിൻ്റെ രൂപത്തിൽ നടക്കുന്ന ചില ജിന്നുകളുണ്ട്, അവറ്റകൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുമ്പോഴാണ് അവയിൽ നിന്ന് ഷെറുകൾ ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഷെറുകളെ പോലും തടുക്കാൻ ഡെയിലി നിങ്ങൾ എന്തോ ഓതിയാൽ മതി, സൂറത്തുൽ ജിന്ന് പാരായണം ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു നേരം, പ്രത്യേകിച്ച് മഗ്‌രിബ് കഴിഞ്ഞിട്ടൊക്കെ ഒരു 40 ദിവസം തുടർച്ചയായിട്ട് സൂറത്തുൽ ജിന്ന് ഓതിയൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കും. അപ്പോൾ മനസ്സറിഞ്ഞ് ഇഖ്ലാസോടുകൂടെ വേണം ഓതാൻ ഇല്ലേ. പിന്നെ ജിന്നുകളിൽപ്പെട്ട മോശം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ ബാത്റൂം, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം,
അതുപോലെ വൃത്തിഹീനമായ സ്ഥലങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ബാത്റൂമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പത്രം വായിക്കാനുള്ള മൊബൈലിൽ കളിക്കാനുള്ള സ്ഥലമൊന്നുമല്ല. കയറി പോകുമ്പോൾ കാവൽ ചോദിക്കണം, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ആൺ പെൺ പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് പടച്ചവനോട് കാവൽ തേടുന്നു എന്നാണ്. അപ്പോൾ ആൺ പെൺ പിശാചുക്കളൊക്കെ എവിടെ ഉണ്ട്? അകത്തുണ്ട്. നമ്മളിങ്ങനെ എല്ലാം തുറന്നിട്ട് കുളിക്കുമ്പോഴത്തേക്കും അവരിങ്ങനെ നോക്കിയിരിക്കും, അടിപൊളി. അപ്പോൾ ഈ സാധനത്തിൽ നിന്ന് കാവൽ ലഭിക്കാൻ, അവർക്കിടയിൽ മറയിട്ട് കൊടുക്കാൻ ഈ പ്രാർത്ഥന വേണം. ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറിപ്പോവാൻ. നമ്മളെ കണ്ട് തറവാട്ടിൽ പോണ പോലെയാണ് അല്ലേ? അങ്ങനെ അവിടെ പൊക്കി പിടിച്ച് ഒരൊറ്റ ഓട്ടണം, അങ്ങനെയൊന്നുമല്ല. അത് ചൊല്ലിയിട്ട് ഇടത്തേക്കാലം വെച്ച് അകത്തോട്ട് കയറിക്കൊള്ളണം. പ്രത്യേകിച്ച് ഈ ആർത്തവമുള്ള സമയത്തൊക്കെ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം. ഇതൊന്നും ചൊല്ലാണ്ട് അകത്തോട്ട് കയറിയിട്ട് പല അപസ്മാര രോഗങ്ങൾക്ക് വരെ കാരണമായിട്ടുണ്ട്. അത്രമേൽ ശൈത്വാനീയത്ത് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഈ ബാത്റൂം. ചിലരുണ്ട് ബാത്റൂം അടക്കൂല, അങ്ങനെ അങ്ങോട്ട് തുറന്നിട്ടേക്കും. പിന്നെ വറക്കത്തിങ്ങടെ ഒഴുകാനില്ലേ അതിൽ നിന്ന്. ആ ബെഡ്റൂമിൻ്റെ അകത്തല്ലേ പലപ്പോഴും ബാത്റൂം വരുന്നത്. നമുക്ക് പല ആളുകളുടെയും അങ്ങനെയുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ എന്ത് സംഭവിക്കും? ശൈത്വാനീയത്ത് ഇങ്ങനെ വീട്ടിൽ പരന്ന് നിൽക്കും. പാടില്ല. ബിസ്മി ചൊല്ലി വേണം അടക്കാനൊക്കെ. അതങ്ങോട്ട് ക്ലോസ് ചെയ്തേക്കണം. ബിസ്മി ചൊല്ലി അടച്ച ഒരു സാധനം തുറയൂല. മനസ്സിലാവും, ഒരു ശൈത്താനെ കൊണ്ടും തുറക്കാൻ പറ്റൂല. അപ്പോൾ ആ പിശാചുക്കളുടെ ഒരു കേന്ദ്രമാണ് അഴുക്കുചാലുകൾ, ബാത്റൂമുകളൊക്കെ. എന്നാൽ ആണുണ്ട്, അതിൽ പെണ്ണുണ്ട് അല്ലേ? എന്നാൽ മനുഷ്യരായ ജിന്നുകൾ താമസിക്കുന്നത് നല്ല സ്ഥലങ്ങളിലാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളായ മനുഷ്യരുടെ വീട്ടിൽ, അതുപോലെ പള്ളികളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ജിന്നുകളുണ്ട്, പേടിക്കണ്ട. നമ്മുടെ ഒരു സ്വകാര്യതയിലേക്കും അവരെത്തി നോക്കൂല. കാരണം അവർ മുസ്ലിങ്ങളാണ്, അള്ളാനെ വിശ്വസിച്ച ആളുകളാണ്. അവർ നമ്മളില്ലാത്തപ്പോൾ വീടിന് കാവൽ നിൽക്കും. നമ്മുടെ വീടുകൾക്ക് അവർ കാവൽ നിൽക്കും. മാത്രമല്ല, നമുക്ക് വല്ല അപകടം വരാനുണ്ടെങ്കിൽ പടച്ചോനോട് അവർ കാവൽ തേടി ദ്വാരുന്ന് ആ അപകടം മാറ്റിത്തരും. ഒരിക്കലും നമ്മൾ സ്വകാര്യതയിലേക്ക് അവരെത്തി നോക്കില്ല. എന്നാൽ ശൈത്താൻ അങ്ങനെയല്ല, അവനിങ്ങനെ കണ്ണും തുറപ്പിച്ച് വന്ന് നോക്കും. അതുകൊണ്ടാണ് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുമ്പോൾ പോലും അല്ലാഹുമ്മ ജന്നിബിനെ ശൈത്താനാന്ന് ദ്വാരക്കാൻ പറഞ്ഞത്. ബാത്റൂമിൽ പോകുമ്പോൾ ദ്വാരക്കണം. എല്ലായിടത്തും ഒരു ബിസ്മില്ലായുടെ കളി ഇങ്ങനെ വേണം. അപ്പോൾ ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ ആരുമില്ലെങ്കിൽ പോലും എന്ത് പറയണം? അസ്സലാമു അലൈന വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാം. ആരുമില്ലെങ്കിൽ അസ്സലാമു അലൈന വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എന്തുകൊണ്ടാണ്? ആ വീട്ടിൽ നമ്മൾ കാണാത്ത നല്ല സ്വാലിഹീങ്ങളായ ജിന്നുകളുണ്ടാകാം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കരുത്. മാളങ്ങളിൽ പോയി മൂത്രമൊഴിക്കരുത്. എവിടെയെങ്കിലുമൊക്കെ എല്ലുകൾ കിടക്കണമെങ്കിൽ മൂത്രമൊഴിക്കരുത്. അതൊക്കെ ജിന്നുകളുടെ ഭക്ഷണമാണ്. ഏത് എല്ലുകൾ? മനുഷ്യൻ്റെ വിസർജ്യം ഉണങ്ങിയത്. ഇതൊക്കെ ജിന്നുകൾ തിന്നുന്ന സാധനമാണ്. അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്ന ആളുകൾക്ക് പല അപകടങ്ങളുണ്ടാവും. അവിടെ ജിന്നിൻ്റെ വാസവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണതൊക്കെ. അങ്ങനെയൊന്നും പോയി മൂത്രമൊഴിക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാത്രമല്ല ജിന്നുകൾക്കും പ്രവാചകരാണ്. മുത്തുനബി ജിന്നുകൾക്ക് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. മുത്തുനബിയുടെ ഖുലഫാക്കളായ അള്ളാൻ്റെ ഔലിയാക്കളും എത്രയോ പേര് ജിന്നുകൾക്ക് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ജിന്നുകളെക്കുറിച്ചൊരു സ്റ്റഡി ക്ലിയർ ആയില്ലേ? ഈ ജിന്നുകളെ കൊണ്ട് അവരിലെ ഏറ്റവും മോശം വിഭാഗമായ പിശാചുകളെ കൊണ്ട് ഭയങ്കര ഉപദ്രവമാണ്. കുടുംബ ബന്ധം തകരും, മക്കളുടെ ബന്ധം തകരും, ജീവിതം തകരും, കച്ചവടം തകരൊക്കെ തരും. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ ഡെയിലി ഒരു സൂറത്തുൽ ജിന്ന് വെച്ചൊന്ന് പാരായണം ചെയ്തു നോക്കുക. അങ്ങനെ ഈ സർപ്പദോഷം പോലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലാണ്ട് പാമ്പിൻ്റെ അല്ലാട്ടോ, അത് പാമ്പ് വേഷത്തിൽ വരുന്ന ജിന്നിൻ്റെ ഉപദ്രവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ എന്ത് ചെയ്താൽ മതി? സൂറത്തുൽ ജിന്ന് ഡെയിലി പാരായണം ചെയ്താൽ മതി. എന്നിട്ട് ഈ ബുദ്ധിമുട്ടുണ്ട്, ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലേക്ക് ഊതിയിട്ട് ആ സ്ഥലത്ത് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. മെഡൽ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു പാവപ്പെട്ട മനുഷ്യൻ നമ്മൾ ഏറ്റെടുത്തതാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, ആമിന ഉമ്മ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര ദിവസം മുലപ്പാൽ കൊടുത്തു? 7 ദിവസമാണ് അല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മയുടെ മദത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പിന്നെ അറേബ്യയിലും പണ്ട് മുതലുള്ളൊരു പതിവായിരുന്നു പ്രസവിച്ച് കഴിഞ്ഞാലും പാൽ കൂട്ടാൻ വേണ്ടി മറ്റൊരാളിലേക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആമിന ഉമ്മക്ക് ശേഷം മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാൽ കൂട്ടിയ മുത്തുനബിയുടെ മുലകുടി ബന്ധത്തിൽ ആദ്യത്തെ ഉമ്മ ആരാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ-റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. പടച്ചോനെ, മുത്ത് റസൂലിൻ്റെ തിരുനോട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ തരണയല്ല. മക്കളെയും ഇണകളെയും ഒക്കെ നന്നാക്കണയല്ല.
സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും എല്ലാവിധ വിജയവും നീ നൽകണേ അല്ലാ. പടച്ചോൻ ഒരുപാട് മക്കൾ നബിദിനവുമായി ബന്ധപ്പെട്ട് പരിപാടികളിലൊക്കെ പേര് കൊടുത്തവരാണ്. നന്നായി പഠിക്കാനും നന്നായി പെർഫോം ചെയ്യാനും തൗഫീക്ക് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. കടങ്ങളെല്ലാം ഏറ്റെടുക്കണേ അല്ലാ. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചോനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെയും നിൻ്റെ ഹബീബിൻ്റെ തിരുനോട്ടത്തിലാക്കണേ അല്ലാ. ഈ റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിലേക്ക് സഹായം നൽകിയവരുണ്ട് യാ റബ്ബി. മുത്ത് റസൂലിൻ്റെ നെല്ലറ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.